ഒന്നാമത്തെ കാര്യം 2017 മുതൽ 2020 വരെയുള്ള ഈ 3 വർഷക്കാലം ഇതിൽ CNDG റിപ്പോർട്ടിൽ പറയുന്നുണ്ട് 35 കോടി രൂപയോളം വരുന്ന ഒരു വലിയ തട്ടിപ്പ് ഇങ്ങനെ പെൻഷന്റെ, അതായത് അനർഹരായ ആളുകൾ പെൻഷൻ കൈപ്പറ്റുന്നതിലൂടെയൊക്കെ സംസ്ഥാന ഖജനാവിന് സംഭവിക്കുന്നുണ്ട്. അന്ന് ഇതൊക്കെ രാഷ്ട്രീയ താല്പര്യങ്ങളോടുകൂടിയാണ്, അതിലെ പല പരാമർശങ്ങളും എന്നൊരു നിലപാടായിരുന്നു സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നത്. താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. ഇന്നിപ്പോൾ അതെല്ലാം ശരിയായി വരികയാണ്. മാത്രമല്ല, ധനമന്ത്രി ഇപ്പോൾ പോലും പറഞ്ഞിരിക്കുന്ന കണക്ക് അതിനോട് ചേർന്ന് നിൽക്കുന്നതല്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന, നിയമസഭയിൽ വെച്ചിരിക്കുന്ന ഈ CNDG റിപ്പോർട്ടിൽ 2023 സെപ്റ്റംബറിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ റിപ്പോർട്ടിലും കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് വെച്ചിട്ടുണ്ട്. അതും വളരെ റാൻഡമായി നടത്തിയിട്ടുള്ള സാമ്പിളിങ്ങിൽ നിന്ന്. അതായത് പെൻഷൻ അർഹരായ മുഴുവൻ ആളുകളെയും പരിശോധിച്ചുകൊണ്ടല്ല, റാൻഡമായി നടത്തിയിട്ടുള്ള പരിശോധനയിൽ തന്നെ ഇത്ര വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചുരുക്കി വളരെ ലളിതമായി പറഞ്ഞാൽ സർക്കാർ സംവിധാനങ്ങളുടെ പിടിപ്പുകേടാണ്. വലിയൊരു അഴിമതി വൃത്തം ഇതിന് രൂപപ്പെട്ടിട്ടുണ്ട് എന്നതിനുള്ള തെളിവാണ്. CR നേരത്തെ പറഞ്ഞതുപോലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പെൻഷൻ നൽകുന്ന കാര്യത്തിൽ ഇത്ര സൂക്ഷ്മതയോടുകൂടി അതിൻ്റെ മാനദണ്ഡങ്ങൾ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഇതുപോലെ കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ളവർക്ക് പെൻഷൻ വാങ്ങാനുള്ള ഇടവരുത്തിയിരിക്കുന്നത്. എന്ത് ക്രിമിനൽ നടപടിയാണ് ഇവർക്കെതിരെ സ്വീകരിക്കുക എന്നതല്ലേ പ്രധാനപ്പെട്ട ചോദ്യം. അതിനൊരു കൃത്യമായ ഉത്തരം ഇന്ന് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിന്റെ തീരുമാനത്തിലുണ്ടോ? തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ പുറത്തു വന്നിരിക്കുന്ന പ്രസ്താവന അനുസരിച്ച് ആ പലിശ സഹിതം അവരുടെ പൈസ തിരിച്ചു പിടിക്കും, ഉദ്യോഗസ്ഥ വകുപ്പ് തല നടപടി സ്വീകരിക്കുന്നതാണ് അദ്ദേഹം പ്രാഥമികമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് പോരാന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. രാഷ്ട്രീയ കക്ഷി ഭേദമന്റെ രാജ്യത്തിന് മാതൃകയായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ ക്ഷേമ പെൻഷനുകൾ കൊള്ളയടിച്ച ഉദ്യോഗസ്ഥ മാഫിക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കണം. ഇവിടെ CR പറഞ്ഞതിനോട് 100% യോജിക്കുക. അതായത് ഇവരുടെ പേര് പുറത്തു വിടണം. ഒരു 100 രൂപ പോക്കറ്റ് അടിച്ചവന്റെ പേരും പണം സഹിതം മാധ്യമങ്ങളിലൂടെ വരുന്ന ഒരു കാലഘട്ടത്തിൽ, അവരെ ജയിലിൽ അടയ്ക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഇത്രയ്ക്കും വലിയ കൊള്ള നടത്തിയ കോളേജ് ലെക്ചർമാർ ഉൾപ്പെടെ, പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ, ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ഈ പാവപ്പെട്ട പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത ഇവരുടെ പേരുകൾ സഹിതം പുറത്തു വന്ന് ഇവരെ മോഷണ കുറ്റത്തിനും തട്ടിപ്പ് കുറ്റത്തിനും ഇവരെ ജയിലിലിടണം. ഒരു തർക്കമില്ല. നമ്മുടെ നാട്ടിൽ നിയമം എല്ലാവർക്കും ബാധകമല്ലേ. പക്ഷെ ഗോപികൃഷ്ണൻ മനസ്സിലാക്കേണ്ട വസ്തുത, ആഴ്ചകൾക്ക് മുമ്പ് നമ്മള് ഒരു ഉദ്യോഗസ്ഥരെ വിമർശിക്കാൻ പാടില്ല എന്നുള്ളൊരു പൊതുബോധം സൃഷ്ടിക്കാൻ ഒരു ശ്രമം നടത്തി. ആഴ്ചകൾക്ക് ശേഷം ഈ ഉദ്യോഗസ്ഥരെ തന്നെ വിമർശിക്കേണ്ട സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയെന്ന് പറഞ്ഞപ്പോൾ ഒന്നാലോചിക്കൂടെ, നിസ്സഹാരായി നിൽക്കുന്ന ഒരു വലിയ ജനസംഖ്യയുണ്ട്, ഒരു ജനവിഭാഗമുണ്ട്. ആ ജനവിഭാഗത്തിന്റെ കൊള്ളയടിക്കപ്പെട്ട പൈസ ആരുടെയൊക്കെയാ? വികലാംഗരുടെ പണം, വിധവകളുടെ പെൻഷൻ, അതുപോലെ തന്നെ മരണപ്പെട്ടവരുടെ ക്ഷേമ പെൻഷൻ പോലും തട്ടിയെടുത്തതായിട്ടാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ വെളിപ്പെടുത്തലനുസരിച്ചാണ് 1458 നിൽക്കത്തില്ല. അതിലൊക്കെ എത്രയോ 2020 ശേഷം 4 വർഷം പൂർത്തീകരിക്കാൻ പോകുന്നു. എത്രയോ കോടികൾ ഇവർ തട്ടിയെടുത്തിരിക്കുന്നു. ഇവർക്ക് ലജ്ജയില്ല ഇങ്ങനെ പൈസ കട്ടെടുക്കാനായിട്ട്. വിട്ടുവീഴ്ചയില്ലാതെ ഒരു തർക്കമില്ല. അതുപോലെ മുഖ്യമന്ത്രി പറഞ്ഞ വേറെ ശ്ലാഘനീയമായ ഒരു പ്രഖ്യാപനമുണ്ട്. മസ്റ്ററിംഗ് വളരെ കൃത്യമായിട്ട് തന്നെ നടത്തിയിരിക്കുന്നുള്ളൂ. അതൊന്നും പോരാ, ഇവരെ മുഴുവൻ ശിക്ഷിക്കണം. ഇവർക്ക് യാതൊരു വിട്ടുവീഴ്ച നൽകരുത്. ഈ മാഫിയയെ, അതായത് മാന്യമായി ജോലി ചെയ്യുന്ന നല്ലവരായ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു കളങ്കം പറ്റിയിരിക്കുന്നു. നമ്മുടെ ക്ഷേമ പെൻഷൻ കൊള്ളയടിച്ചോടുകൂടി എന്തൊരു നാണക്കേടാ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവരെ മോഷണ കുറ്റത്തിനും തട്ടിപ്പിനും ഇവരെ അറസ്റ്റ് ചെയ്യണം, ഇവരെ ജയിലിലിടണം. അതിനുപരിയായിട്ട് ഇവർ ആരൊക്കെയാണെന്നുള്ളവരും. അല്ല, ഞാനൊരു സംശയം ചോദിക്കട്ടെ ശ്രീ റെജി ലൂക്കോസ്. അതായത് ഇന്നിപ്പോൾ ഈ മരിച്ചവരെ അതത് സമയത്ത് കൺകറിംഗ് മസ്റ്ററിംഗ് നടത്തി ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കും, വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കും, ഇതിന് ഫേസ് ഒതന്റിഫിക്കേഷൻ സംവിധാനം ഏർപ്പെടുത്തും, വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ സീഡിംഗ് എന്നിവ നിർബന്ധമാക്കും, സർക്കാർ സർവീസിൽ കയറിയ ശേഷം മസ്റ്ററിംഗ് നടത്തി ആനുകൂല്യം കൈപ്പറ്റുന്നത് അശ്രദ്ധയല്ല എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശ്രീ റെജി ലൂക്കോസ്, ഇതിലെ മാർഗനിർദ്ദേശങ്ങൾ, ഇതിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ, ഇതിലെ മാനദണ്ഡങ്ങൾ, ലിസ്റ്റ് തയ്യാറാക്കിയ ശേഷം അവസാനമായ അംഗീകാരത്തിന് വേണ്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് കൊടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ, നടപടിക്രമങ്ങൾ, ഇതൊക്കെ കൃത്യമായി അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇതിൽ അനർഹർ കടന്നുകൂടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കപ്പെടാത്തതല്ല ഈ ക്രമക്കേടിന് കാരണം ഇതിലെ ഉദ്യോഗസ്ഥരാണ്, ഇതിലെ ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുള്ള ഇടപെടലുകളാണ്. അതിനെ തടയിടാൻ എന്ത് നടപടിയാണ് ഉണ്ടാവുക എന്നുള്ളതല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ശ്രീ റെജി ലൂക്കോസ്. ഈ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും ഗോപേഷ് ആ ഭാഗത്തോട് 100% യോജിക്കുന്നു. തന്നെയുമല്ല, ഇപ്പൊ എന്റെ നാട്ടിൽ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി 2 ദിവസമായിട്ട് നടത്തിയപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഒരാൾ മരിച്ച് ആ ബന്ധുക്കൾ മരണപോലെ പഞ്ചായത്ത് ഓഫീസിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പഞ്ചായത്ത് മെമ്പർമാര് അല്ലെങ്കിൽ വാർഡ് മെമ്പർമാര്, അതായത് പഞ്ചായത്തിൽ പോയി ഇതിനെക്കുറിച്ചുള്ള അറിയിപ്പ് കൊടുക്കും. നിയമപരമായിട്ടില്ല, അവർ സ്വാഭാവികമായിട്ട് അറിയിക്കും. പിറ്റേ മാസം വരെ ബ്ലോക്ക് ചെയ്യും.
അപ്പോൾ നമ്മൾ ആലോചിക്കണം. പക്ഷേ ഇത് അനുവദിക്കപ്പെടേണ്ട ഉദ്യോഗസ്ഥർ തന്നെ അവർ സ്വയം പൈസ എഴുതിയെടുത്തു എന്ന് പറഞ്ഞാൽ വേലി തന്നെ വിളവ് തന്നെയല്ലേ? അതാണ് ഇതിന്റെ പ്രാധാന്യം. ഇവിടെ എല്ലാ നിയമങ്ങളും ഉണ്ട്, ഇവിടെ എല്ലാ സിസ്റ്റങ്ങളും. ഇപ്പൊ മത്സരിക്കുന്ന പോലും കൃത്യമായ രീതിയിൽ പിന്നെ എന്താ പറയാ ഒരു വർഷം നടത്തിയില്ലെങ്കിൽ പോലും ഇത് ബ്ലോക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷെ ചെയ്യണമെന്ന് ചെയ്യാതിരിക്കുമല്ലേ? അതല്ലേ കേരളം തിരിച്ചറിയണം. ഒരു ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല. ഇപ്പൊ കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയില് ഒരു വാർഡിൽ 42 പേരും 38 പേരും അനർഹരാണ്. അതിൽ BMW കാറുള്ളവരുണ്ട്, 2000 മുതൽ ഷോറൂമിന് മുതൽ വീടുള്ളവരുണ്ട്, മകൻ IT സെക്ടറിൽ പിന്നെ ബാങ്കിൽ ജോലി ചെയ്യുന്നു, അച്ഛൻ പിതാവ് പെൻഷൻ വാങ്ങിക്കുന്നു. അങ്ങനെയുള്ളവർ പോലും ഈ പൈസ തട്ടിയെടുത്തെന്ന് പറഞ്ഞാൽ ഇവരെ ഒരു കാരണവശാലും കരുണ ഇറങ്ങിക്കുന്നില്ല. ഇവരെ ക്രൂരമായ രീതിയിൽ ശിക്ഷിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഒരു ബസ്സായിരുന്നു എടുത്തപ്പോൾ ഞാൻ തന്നെ സാക്ഷിയായിട്ടുണ്ട്. ഒരു പോക്കറ്റ് അടിച്ചാൽ അവരെ നാട്ടുകാരോട് കൈകാര്യം ചെയ്ത് പോലീസിന് കൊടുത്ത് അവനെ റിമാൻഡ് ചെയ്യും, അവനെ ചുരുങ്ങിയതിൽ 6 മാസം ശിക്ഷിക്കും. അപ്പൊ ഇവരാ ശിക്ഷയ്ക്ക് ഇറങ്ങണല്ലേ? ഇവിടെ നമ്മൾ അങ്ങനെ തന്നെ ചർച്ച ചെയ്യേണ്ടത്. ഇതിൽ നിയമവശങ്ങളിലേക്ക് അധികം പോകേണ്ട കാര്യമൊന്നുമില്ല. നിയമം ഇവിടെ ഉണ്ട്, നിയമം ഇല്ലായിട്ടല്ല. അവിടെ CR നീലകണ്ഠനെ പോലുള്ളവർ പറഞ്ഞതിനോട് ഞാൻ ഇന്നലെ ഒരു ചർച്ച കർശനമായിട്ടും ഇവരുടെ പേര് വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഇവരുടെ പേര് എന്നിട്ട് നമ്മുടെ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ, പട്ടിണി പാവങ്ങൾക്ക് കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ, നേരത്തെ ഇവിടെ CR പറഞ്ഞൊരു കാര്യത്തിൽ എനിക്കും അതുപോലെ അറിയാം. എൻഡോഴ്സ്മെന്റ് ഫണ്ട് ബാധിതർക്കായിട്ടുള്ള പെൻഷൻ പോലും കർശനമായ രീതിയിൽ തന്നെ കർശനമായ സ്ക്രീനിലൂടെ കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, അതേ ഉദ്യോഗസ്ഥന്മാരാണ് ഈ പൈസ ലക്ഷങ്ങൾ കാശുമായി ശമ്പളം വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥർ. അതിനോട് കുറെ ലജ്ജയിലാണ് 1650 അല്ല 1600 രൂപയുടെ കൂടി വാങ്ങിച്ച് പോക്കറ്റിലേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാണക്കേടല്ലേ അല്ല സംസാരത്തിൽ. ശ്രീ റെജി ലൂക്കോസ്, ഇതൊക്കെ CNDG റിപ്പോർട്ടിൽ ഈ ക്രമക്കേടിനെ കുറിച്ചൊക്കെയുള്ള വ്യക്തതയാർന്ന പരാമർശങ്ങൾ ഉണ്ടായിരുന്നല്ലോ. സർക്കാർ എന്തുകൊണ്ട് അത് ഗൗരവത്തിൽ പരിഗണിക്കാതിരുന്നത്? എന്തിനാണ് അതിലെ രാഷ്ട്രീയ താല്പര്യമുണ്ട്, കടന്നുകൂടിയിട്ടുണ്ടെന്നൊക്കെയുള്ള ആക്ഷേപം ഉന്നയിച്ചത്? ഇപ്പോൾ ഈ ഇൻഫർമേഷൻ കേരള വഴി നടത്തിയിട്ടുള്ള ഈ പരിശോധനകളിലാണല്ലോ ഇപ്പോൾ ഈ വിവരങ്ങളൊക്കെ. അതും CNDG റിപ്പോർട്ടിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടത്തെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും പറയുമ്പോൾ ധനമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് മാസം 23 ലക്ഷം രൂപയുടെ നഷ്ടം വിവിധ വകുപ്പുകളിൽ ഇങ്ങനെ അനർഹമായ പെൻഷൻ വഴി സംഭവിക്കുന്നതാണ്. അതൊന്നല്ല, കോടികളുടേതാണെന്ന് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടുവരികയാണ്. അപ്പോൾ CNDG റിപ്പോർട്ടിൽ വളരെ റാൻഡമായി നടത്തിയിട്ടുള്ള പരിശോധനകളിൽ തെളിഞ്ഞ ഈ കാര്യങ്ങൾ അന്നേ സർക്കാർ ഗൗരവത്തിലെടുക്കുകയും പരിശോധിക്കുകയും ചെയ്യേണ്ടതായിരുന്നില്ലേ? അല്ല, തീർച്ചയായിട്ടും ഞാൻ ആ കാര്യത്തിൽ ഒരിക്കലും ഒരു വെള്ളപൂശി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് കർശനമായ നടപടി സ്വീകരിക്കേണ്ടതായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ വസ്തുണ്ട്. ഇതെല്ലാം ചെയ്യേണ്ടത് ആരാണ്? ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആരാണ്? ഇതെല്ലാം കൃത്യമായ രീതിയിൽ അവലോകനം നടത്തി ഈ നടപടി സ്വീകരിക്കേണ്ട ആരാണ്? ഈ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. അതേ ഉദ്യോഗസ്ഥന്മാർ പൈസ തട്ടിയെടുത്തെന്ന് പറഞ്ഞാൽ പിന്നെ അവരെ ചോദ്യം ചെയ്യാനായിട്ട് ആരെ കൊണ്ട് പറ്റും? ഒരു സംഭവമല്ലേ ഇവിടെ നടന്നിരിക്കുന്നത്. അതല്ലേ നമ്മുടെ നാട് ലജ്ജിച്ച് തല താഴ്ത്തുന്നത്. ഇപ്പൊ തന്നെ എന്റെയൊക്കെ നാട്ടില് 60 വയസ്സ് കഴിഞ്ഞവർക്ക് കിട്ടേണ്ട ക്ഷേമ പെൻഷൻ ഒരു ദിവസത്തെ കാലതാമസം ഉണ്ടെങ്കിൽ പോലും തള്ളിക്കളയും. കാരണം മറ്റുള്ള ജനങ്ങൾ അത് വിജിലന്റ് ആയിട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, അതായത് പെൻഷൻ വാങ്ങിക്കാൻ, ഈ ക്ഷേമ പെൻഷൻ വാങ്ങിക്കാനായിട്ട് അർഹതപ്പെട്ട പ്രായത്തിന് മുമ്പേ സർവീസിലേക്ക് ഈ പൈസ എഴുതിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് നടക്കുമോ ഗോപികൃഷ്ണൻ? അതേ ഉദ്യോഗസ്ഥന്മാർ തന്നെയല്ലേ പിന്തുണ കൊടുക്കുന്നത്? ഇനി അതേ ആ സ്വഭാവത്തിലുള്ള ഉദ്യോഗസ്ഥരെ വെച്ച് തന്നെയാണ് ഈ പുതിയ മാനദണ്ഡങ്ങളും ഒക്കെ, അല്ലെങ്കിൽ പുതിയ ഈ കർശനമായി ഇതൊക്കെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥരെ വെച്ച് തന്നെ ആയിരിക്കും സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്.